പനിയുള്ളപ്പോൾ ഭക്ഷണക്കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. ഈ സമയത്ത് വിശപ്പില്ലെന്ന കാരണത്താൽ പലരും ആഹാരം കഴിക്കാതിരിക്കാറുണ്ട്. കഴിക്കാതിരിക്കുന്നതിന് പകരം പല സമയങ്ങളിലായി അല്പാൽപമായിട്ട് ആഹാരം കഴിക്കണം. നമ്മൾ എന്തെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ലഭിക്കുന്ന നല്ല സന്തുലിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പനി ബാധിച്ചിരിക്കുമ്പോൾ. പനിയുള്ളപ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വളരെ ദുർബലമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ വയറിനെ ദോഷകരമായിട്ട് ബാധിക്കാത്തതും ശരീരത്തെ സംരക്ഷിക്കുവാനായിട്ട് സഹായിക്കുന്നതുമായിട്ടുള്ള ആവശ്യ പോഷകങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിക്കൻ കഴിക്കുന്നതിനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവെ ഒരു സംശയമുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയിട്ടൊന്ന് നോക്കാം. പനി ബാധിച്ചിരിക്കുമ്പോൾ ചിക്കൻ കഴിക്കുന്നത് തികച്ചും സുരക്ഷിതമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിക്കുന്ന ചിക്കൻ്റെ രൂപമാണ്. കുറഞ്ഞ എണ്ണയും സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചുണ്ടാക്കുന്ന ചിക്കൻ വിഭവങ്ങളാണ് നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പനിയായിരിക്കുമ്പോൾ കഴിക്കേണ്ടത്. ചിക്കൻ പ്രോട്ടീനും ഫൈബറും കൊണ്ട് സമ്പന്നമാണ്. പനി ബാധിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ 2 പോഷകങ്ങളാണ് ഇവ രണ്ടും. നമുക്ക് പനി പിടിപെട്ടിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച വിഭവമാണ് ചിക്കൻ സൂപ്പ്. ഈ ചൂടുള്ള വിഭവം നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തും. അതേസമയം തന്നെ ചിക്കനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൻ്റെ ബലം വീണ്ടെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജി നൽകുകയും ചെയ്യും. ചിക്കൻ സൂപ്പ് ദ്രാവകങ്ങളുടെയും ഇലക്ട്രോലൈറ്റുകളുടെയും ഉറവിടമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും. ചിക്കൻ സൂപ്പ് ഒരു നാച്ചുറൽ ഡീകൺജസ്റ്റൻ്റ് കൂടിയാണ്. ഇത് നമ്മളുടെ ചുമയെയും മൂക്കടപ്പിനെയും ലഘൂകരിക്കുകയും അവയ്ക്ക് കാരണമാകുന്ന ന്യൂട്രോഫിലുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ചിക്കൻ സാലഡ്, ഗ്രിൽ ചെയ്ത ചിക്കൻ, റോസ്റ്റ് ചെയ്ത ചിക്കൻ, ചിക്കൻ സ്റ്റ്യൂ, ബേക്ക് ചെയ്ത ചിക്കൻ ടിക്ക, ക്വിനോവ ചിക്കൻ എന്നിവയാണ് ഇതുപോലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ വിഭവങ്ങൾ. ഇനി ഇതുപോലെ പനിയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ ഒക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതായത് പ്രത്യേകിച്ചും ചിക്കൻ്റെ വിഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് നമുക്ക് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വറുത്തതും എണ്ണ ഉള്ളതുമായിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ധാരാളം സ്പൈസസും എണ്ണ, ക്രീം എന്നിവ അടങ്ങിയിരിക്കുന്ന ചിക്കൻ വിഭവങ്ങൾ അല്ലെങ്കിൽ മസാല കൊണ്ട് സമ്പന്നമായിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ശക്തി വീണ്ടെടുക്കാനായിട്ട് തടസ്സപ്പെടുത്തും. അത്തരം ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നതിന് പകരം അത് ദുർബലപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. ചിക്കൻ നഗറ്റ്സ്, ബട്ടർ ചിക്കൻ, ചിക്കൻ മസാല, ചിക്കൻ ലോലിപോപ്പ്, ചില്ലി ചിക്കൻ, ചിക്കൻ ഷവർമ, ക്രീം ചിക്കൻ തുടങ്ങിയ വിഭവങ്ങൾ കഴിക്കുന്നത് പനിയുള്ളപ്പോൾ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം ചിക്കിയ ചിക്കൻ നമുക്കെടുക്കാം. 1 ലിറ്റർ ചിക്കൻ സ്റ്റോക്ക്, 1 സവോള, 1 ക്യാരറ്റ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 സെലറി സ്റ്റിക്സ്, 1 ടേബിൾ സ്പൂൺ പാഴ്സ്ലി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള, ക്യാരറ്റ്, സെലറി എന്നിവ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ബട്ടർ ചേർത്ത് ചൂടാക്കിയിട്ട് ഈ പച്ചക്കറികളും കൂടെ ചേർത്ത് അല്പനേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചിക്കൻ ചേർക്കാം. പൂർണ്ണമായിട്ടും വേവിക്കുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ചിക്കനിലേക്ക് വഴറ്റിയ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെള്ളത്തിൽ കോൺഫ്ലവർ ലയിപ്പിച്ചിട്ട് നമുക്കിതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് രുചി അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിഞ്ഞ പാഴ്സലും കൂടെ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം. ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി പനിയുള്ളപ്പോഴോ അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സമയത്തോ ചിക്കൻ ഒഴിവാക്കാനായിട്ട് നിൽക്കേണ്ട. നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ചിക്കൻ വിഭവങ്ങൾ കഴിക്കാം.